എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു സോയ ചങ്ക്സിൻ്റെ കറി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പ്രഷർ കുക്കറിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ ഇത് കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോയ ചങ്ക്സ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. നമ്മളല്ലാതെ വെള്ളത്തിലിട്ട് വേവിക്കുന്നതിനെക്കാട്ടിലും നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2-3 കപ്പ് വെള്ളം നിങ്ങൾക്ക് ഒഴിക്കാം. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ സോയ ചങ്ക്സിൻ്റെ ഉള്ളിലേക്ക് ഉപ്പൊക്കെ കയറിയിട്ട് നല്ല ടേസ്റ്റ് ആകും. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ വിനീഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ ചേർക്കുമ്പോൾ സോയ ചങ്ക്സിനുള്ള ആ ടേസ്റ്റ് ഒന്ന് കുറഞ്ഞ് കിട്ടും. സോയ ചങ്ക്സിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ വിനീഗർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വിനീഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് 1 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം. വെറും 1 വിസിൽ മതി, ഒരുപാടായാലും ഇത് വെന്ത് അളിഞ്ഞു പോകും. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഒരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 3 ഏലക്ക, 1 കഷ്ണം പട്ട 2ആയിട്ട് മുറിച്ചത്, 2 ഗ്രാമ്പു, അതുപോലെ തന്നെ ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും വേണം. ഒരു 3-4 വറ്റൽമുളകൊന്ന് ഇട്ട് കൊടുക്കുക. ഇത് അധികം എരിവില്ലാത്ത വറ്റൽമുളകാണ്. 3-4-5 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുഴുവനേ ഉള്ള മല്ലി ഒരു 2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വലിയ ജീരകമാണ്, അല്ലാന്നുണ്ടെങ്കിൽ പെരുംജീരകം. മുഴുവനുള്ള മല്ലി മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം മുളക് പൊടി ചേർത്താൽ മതി. അപ്പോൾ നിങ്ങൾ മുളക് പൊടി നമ്മൾ വഴറ്റുമ്പോൾ ചേർത്താൽ മതി, മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ആണെന്നുണ്ടെങ്കിൽ. പകരം ഈ പെരുംജീരകവും അതുപോലെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതൊന്ന് വറുത്ത് പൊടിച്ചിട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ റെഡിമെയ്ഡായിട്ടുള്ള മസാല ചേർക്കുന്നതിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ ഫ്രഷായിട്ട് നമ്മൾ ഗരം മസാല ഉണ്ടാക്കി അതിൽ ചേർക്കുമ്പോഴാണ്. അപ്പോഴാണ് കറക്റ്റ് ഫ്ലേവറൊക്കെ കിട്ടുന്നത്. പ്രത്യേകിച്ചും സോയ ചങ്ക്സ് കറിക്ക് ചിലർക്ക് അത് ഇഷ്ടമാവില്ല. അപ്പോൾ നമ്മൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ മസാലയിൽ. അപ്പോൾ നമ്മുടെ ആ മസാലയിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ, ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഡെസിക്കേറ്റഡ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണെങ്കിൽ ഒന്ന് വറുത്തെടുക്കുക, ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നവരെ. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് തന്നെ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക മണമാണ് നമ്മുടെ കറിക്ക്. നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ സമയം നമ്മുടെ സോയ ചങ്ക്സ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് വലുതായി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ഒരുപാടങ്ങ് വെന്ത് പോയിട്ടില്ല. ഇനി നമുക്കിത് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ട് ഇതിലെ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. നമ്മൾ അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നന്നായിട്ടൊരു പാത്രത്തിലേക്ക് അത് പിഴിഞ്ഞ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലയിൽ നിന്നും 2 ടീസ്പൂൺ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് തൈരും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടി വെക്കണം. തൈര് ചേർക്കുമ്പോൾ അത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ആ ഒരു പുളിയുടെ രസമൊക്കെ വരും. അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിതൊന്ന് പുരട്ടി ഒന്ന് വെക്കാം. ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് കറിയാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രം ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കുന്ന അതേ രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങാക്കൊത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. തേങ്ങാക്കൊത്ത് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള 2 സവാള നീളത്തിലരിഞ്ഞതും അതുപോലെ തന്നെ 2 പച്ചമുളക് ഒന്ന് കീറിയതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാള നല്ല കനം കുറച്ചിട്ടാണ് നമ്മളിവിടെ അരിഞ്ഞെടുത്തിട്ടുള്ളത്. സവാള വഴറ്റുമ്പോൾ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. ഇപ്പോൾ സവാള നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 4 അല്ലി വെളുത്തുള്ളിയും വലിയ അല്ലിയാണ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുള്ളതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴണ്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മളിതുവരെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു. മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആ മസാലയ്ക്ക് ഒന്നുകൂടെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ എരിവ് നോക്കിയിട്ട് ചേർക്കാം. നമ്മൾ പൊടിക്കുമ്പോൾ എടുത്തത് നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ എരിവ് നോക്കിയിട്ട് തന്നെ ചേർക്കണം. മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറണം.
വേറെ പൊടികളൊന്നും നമ്മളിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇരിപ്പുണ്ട്, അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മസാല പൊടിക്കുമ്പോൾ കുറച്ച് തേങ്ങ കൂടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. തേങ്ങ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല നമ്മൾ ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരുപാടങ്ങ് വറക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് പഴുത്ത ഒരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി പെട്ടെന്ന് വേവാനായിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. ഈ സമയത്ത് ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കരുത്. തക്കാളിയിൽ നിന്നുള്ള വെള്ളം തന്നെ ഇറങ്ങി വരണം, അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുക. അപ്പോൾ തക്കാളി കൂടി ഇട്ടിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ അടച്ചു വെച്ചപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് മസാലയിൽ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രം കഴുകി ആ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കൊന്ന് ഇതൊന്ന് വേവിച്ചെടുക്കാം. സോയ ചങ്ക്സ് ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുള്ളതാണ്. എങ്കിൽ കൂടി ഈ മസാലയൊക്കെ ഇതിലേക്ക് ഒന്നുകൂടെ നന്നായിട്ട് പിടിക്കാനും അതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാനും വേണ്ടി ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് കറിയായിട്ടും എടുക്കാം, അല്ലാതെ റോസ്റ്റായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു റെസിപ്പിയാണ് സോയ ചങ്ക്സ് വെച്ചിട്ട് കറി ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിന്. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സോയ ചങ്ക്സ് നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ചപ്പാത്തിയുടെ കൂടെ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്